സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഒരുവിധം സുഖം തന്നെ. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രാവിലെ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. പഴയകാല ഓർമ്മയാണ്. പഴയകാല ഓർമ്മ നല്ല നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലത്തുള്ള ഓർമ്മയാണ്. ഒരു കൊഴുക്കട്ട, അതിന് വേണ്ടിയിട്ട് വറുത്ത് മൂപ്പിച്ച മാവാണ് എടുത്ത് വച്ചിട്ടുള്ളത്. ഞാൻ പുട്ടിന് വേണ്ടി മില്ലിൽ കൊടുത്ത് വറുത്ത് മൂപ്പിച്ച മാവാണ് എടുത്ത് വച്ചിട്ടുള്ളത്. അതിലോട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള തേങ്ങായും ചേർക്കുന്നു. കുറച്ച് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്, ചിലതിൽ ഉണ്ടാന്നും പറയാറുണ്ട്. അതിനോടൊപ്പം കുറച്ച് ജീരകം ചേർക്കുന്നു. ഇതിനെ ഞാനിനി വെള്ളം ഒഴിച്ച് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. കുഴക്കട്ടെ. ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുത്തു. പണ്ട് കാലത്ത് ഈ കൊഴുക്കട്ട സ്കൂളിൽ വരെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഓർമ്മിക്കുകയാണ്. അമ്മയും അമ്മമ്മയും ഒക്കെ ഉണ്ടാക്കി തന്നെ എല്ലാം എപ്പോഴും പഴയകാല ഓർമ്മകളെല്ലാം കൊത്തി വെച്ചതുപോലെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇപ്പോഴുള്ളതെല്ലാം മറന്നു പോകും. ഇന്നലത്തെ കാര്യം ഇന്ന് മറന്നു പോകും. അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിനി എല്ലാം ഇതുപോലെ ഉരുട്ടി വയ്ക്കട്ടെ. ഇത്രയേ ഉള്ളൂ, 6 എണ്ണം. മതിയല്ലോ എനിക്ക് മാത്രം. പഴയ ഓർമ്മ വന്നെടുക്കാം, നിങ്ങളുമായിട്ട് അതിന് ഷെയർ ചെയ്യാം. അത് ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഈ ഓരോ ഉണ്ടകളായിട്ടിടും. ഉണ്ടയും ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് വേവും, തിളയ്ക്കുന്ന വെള്ളത്തിൽ കിടന്ന്. പണ്ട് കാലത്ത് രാത്രി അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഉരലിൽ ആട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും നല്ല ഓർമ്മയുണ്ട്. അതിലവിടെ കല്ലുപ്പ് ചേർത്ത് ജീരകവും തേങ്ങായും ഒക്കെ ചേർത്ത് ആട്ടിയെടുക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. ചിലപ്പോൾ ആ കൊഴുക്കട്ട അമ്മ കടുക് വറുത്ത് തരും നമുക്ക്. പിന്നെ ഇതിപ്പം തിളച്ച വെള്ളത്തിലിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു മെത്തേഡുണ്ട്. തേങ്ങാപ്പാലിൽ ഇതിനേക്കാളും കുഞ്ഞായിട്ട് ഉരുട്ടി തേങ്ങാപ്പാലിൽ ഇട്ട് വേവിച്ച് പഞ്ചസാരയും ഇട്ട് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കൊരു 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലൊരു സ്നാക്സ് ആയിട്ടും ഇരിക്കാം. ഇതിനിവിടെ കിടന്ന് വേവട്ടെ. ഇതാ കണ്ട, കൊഴുക്കട്ട റെഡിയായി. 6 കൊഴുക്കട്ടയുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനോടുകൂടി ചിലരിതിൽ കട്ട ചമ്മന്തി കൂട്ടി മുക്കി കഴിക്കും, ചിലർ ദോശപ്പൊടി മുക്കി കഴിക്കും. എന്തായാലും നല്ലത് തന്നെ. സാമ്പാർ കൂടി കഴിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ഞാനിന്ന് ഇത് പഞ്ചസാര കൂട്ടിയാണ് കഴിക്കുന്നത്. ഷുഗർ ഇന്ന് വരെ ഇല്ല എനിക്ക്, എപ്പോഴും ലോ ആയിരിക്കും. അതുകൊണ്ടൊരു ധൈര്യത്തോടു കൂടി മധുരമൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. ധാരാളം മധുരം കഴിക്കാറുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ. നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന സപ്പോർട്ട് ഞാൻ നന്ദി പറഞ്ഞു. നല്ല നന്ദിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ മുഴുവനായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഫീസൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.